ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമേ പറയാനുള്ളത്, എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലാത്ത പക്ഷം ഒന്നും മനസ്സിലാവുന്നതല്ല. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വിജയങ്ങൾ കണ്ടെങ്കിൽ ഈ വീഡിയോ അങ്ങനെയുള്ള ഒന്നല്ല. സിറ്റിയിൽ ഫാക്ഷൻ ജോബ് ചെയ്യുന്ന 90% ജോബുകളും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ബട്ട് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജോബ് എൻ്റെ കണ്ണിൽപ്പെട്ടു. അതിലോട്ട് പോകുന്നതിന് മുൻപ് ഇവിടെ എത്തിച്ചേരാനുള്ള സാഹചര്യം ഞാൻ പറയാം. സിറ്റിയിൽ ആദ്യമായിട്ട് കയറുന്ന അന്ന് എൻ്റെ കയ്യിൽ മതിയായ ക്യാഷ് ഉണ്ടായിട്ടില്ല. ജീവിക്കാൻ ക്യാഷ് വേണം. എല്ലാവരും മൈനിങ്ങും ഹാർവസ്റ്റും തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഇച്ചിരി വ്യത്യസ്തമായി പൈരറ്റ് ജോബ് തിരഞ്ഞെടുത്തു. ഇല്ലീഗൽ സ്മഗ്ലിംഗ് ചെയ്ത് വേണ്ടത്ര ക്യാഷ് ഞാൻ ഉണ്ടാക്കി. ആദ്യമേ ഒരു ബൈക്ക് വാങ്ങി. സ്മഗ്ലിംഗ് പോലീസുകാരുടെ കണ്ണിൽപ്പെട്ടതിനാൽ പോലീസുകാർക്ക് മുന്നിൽ ഞാൻ ഒരു പ്രതി തന്നെയായിരുന്നു. എന്നാൽ തന്നെയും എന്നെ പിടിച്ച് ജയിലിൽ ഇടുക എന്നത് ഒരു ചെറിയ പണിയായിരുന്നില്ല. ഒന്നിൽ കൂടുതൽ പോലീസുകാർക്ക് വരേണ്ടി വരും. ഇതുവഴി പോലീസുകാർക്കിടയിൽ ഞാനൊരു ബോണ്ട് സൃഷ്ടിച്ചു. പോലീസുകാരുടെ നിർബന്ധം കാരണവും ജിത്തു എന്ന പോലീസുകാരനെ ഓർത്തുമാണ് ഞാൻ പൈരറ്റ് ജോബിൽ നിന്നും വിട പറഞ്ഞത്. കൂടുതൽ ആലോചിക്കാതെ തന്നെ ഒരു ടാക്സിക്കാരനായി ഞാൻ. ഇവിടെ നിന്നുമാണ് എനിക്ക് ടാക്സിക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യമേ ഒന്ന് സൂചിപ്പിക്കാം, 1 മണിക്കൂർ നിന്നിട്ടാണ് എനിക്കൊരു ടാക്സി കോൾ വന്നത്. ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് കിട്ടിയത് 1000 ഗുണവ. അതിൽ ടോൾ ഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 500 രൂപ കയ്യിൽ നിന്ന് പോയി. ലാഭം 500. വണ്ടി പെട്ടെന്ന് ഡാമേജ് ആവുന്ന ടൈപ്പാ. റിപ്പയർ കിറ്റ് വാങ്ങാനാണെങ്കിലോ 1500 രൂപ. ഒരു ഫുഡ് വാങ്ങണമെങ്കിൽ വേണം 200 രൂപ. ടാക്സിക്കാരനായിട്ട് ജീവിക്കണമെങ്കിൽ മിനിമം നമ്മൾ പണക്കാരൻ വല്ലതും ആയിരിക്കണം എന്ന ആ നിമിഷം എനിക്ക് തോന്നി. എന്തൊക്കെ സഹിച്ചാലും സിറ്റിയിൽ ടാക്സിക്കാരോട് പുച്ഛമാണ് എല്ലാവർക്കും. അവരെ തെറ്റു പറയാൻ നമുക്ക് കഴിയില്ല, കാരണം ടാക്സി ജോബ് ചുമ്മാ എടുത്ത് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാലും ആത്മാർത്ഥമായിട്ട് ടാക്സി ജോബ് ചെയ്യുന്ന കുറേ ആൾക്കാരെ സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എപ്പോഴത്തെയും പോലെ ഒരു കോൾ വന്നു. റിപ്പയർ ആക്കി നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബൈക്കിലാണ് അവരെ പിക്ക് ചെയ്യാൻ പോയത്. അപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കുന്നത്, അതൊരു ട്രാപ്പായിരുന്നു. കുറച്ച് റോബേഴ്സ് സിറ്റിയിൽ ആരെയും കിട്ടാത്തത് കാരണം ടാക്സി വിളിച്ച് റോബ് ചെയ്യാനുള്ള ശ്രമം. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. പോലീസുകാരോട് കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഈ റോബേഴ്സ് എന്നെ കണ്ട് ഫയർ ചെയ്തത്. ആ സിറ്റുവേഷനിൽ ഞാനൊരു പങ്കാളിയായി. ഞാൻ ബൈക്കുമായി മാറിയൊരിടത്ത് ഒളിച്ചു. ഇതേ സമയം ഇവന്മാർ മറ്റൊരു ടാക്സിക്കാരനെ വിളിച്ചു. അവൻ വന്നു. റോബും ചെയ്തു. 20,000 രൂപ തട്ടിയെടുത്തു. ഞാൻ വിളിച്ച പോലീസ് വരികയും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ റോബേഴ്സ് ബിൽഡിങ്ങിന്റെ ബാക്കിലൂടെ ഓടി. ഞങ്ങൾ ബൈക്കിൽ നിന്നും ഇറങ്ങി പുറകെ ഓടി. ഇതേ സമയം ഇവന്മാർ ഞങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് എൻ്റെ ബൈക്കും എടുത്ത് സ്ഥലം വിട്ടു. പക്ഷെ അവർക്ക് അവിടെ പിഴച്ചു. ഞാൻ വിരിച്ച കുഴിയിൽ അവന്മാർ വീണു. എൻ്റെ ബൈക്കിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഏത് നിമിഷവും ഫൈൻഡുകാർ അടിച്ച് എനിക്ക് അറിയാൻ സാധിക്കും. പാവം ടാക്സിക്കാരനെ റോബ് ചെയ്തതിനുള്ളത് ഞാൻ അവർക്ക് പകരം ചെയ്തില്ലെങ്കിൽ ഞാൻ ടാക്സിക്കാരനാണ് പറഞ്ഞു നടക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ആ സമയത്ത് എൻ്റെ ബ്ലഡ് എത്ര വേഗത്തിൽ ഓടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ 2 പേരെ ഞാൻ അടിച്ചിട്ടു. പോലീസ് സ്റ്റേഷൻ അടുത്ത് 2 പേരെ കൊന്നതിനാലും ഇല്ലീഗൽ വെപ്പൺസ് കൈവശമുള്ളതിനാലും എന്നെ പോലീസ് പിടിച്ച് ജയിലിലിട്ടു. എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടായിരുന്നു. നിങ്ങളൊരു ടാക്സിക്കാരന് വേണ്ട വില കൊടുക്കുന്നില്ലെങ്കിൽ ഓർക്കുക, ക്യാഷിന് വേണ്ടിയല്ല ആ പയ്യൻ ആ ജോബ് എടുത്ത് കഷ്ടപ്പെടുന്നത്. സിറ്റിയിലെ ജനങ്ങൾ ഓരോ സ്ഥലത്ത് പെട്ട് കിടക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഈ ജോബ് എടുത്ത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സേഫ് സോൺ ഇല്ല, പറയത്തക്ക ഒരു ബെനിഫിറ്റ്സും ഇല്ല. അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഈ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിമറിക്കും. സിറ്റിയിൽ ടാക്സി ഒരു വിപ്ലവമാക്കും. ഈ ഒരു സംഭവം ചെറിയൊരു വീഡിയോ ഒക്കെ NGRP DCയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട ടാക്സി ഓടിക്കുന്നവർക്ക് ഒരു വിശ്വാസം കടന്നു വന്നു. അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരോ വന്നെന്ന വിശ്വാസം. ഇതേ സംഭവം 2ാമതും നടന്നു കുറച്ച് നാളുകൾക്ക് ശേഷം. അതിലും എൻ്റെ കൈകൾ പ്രവർത്തിച്ചു. ഞാൻ അവരെ ഷൂട്ട് ചെയ്തിട്ടു. ഈ ടാക്സി ഓടിക്കുന്നവർക്കിടയിൽ ചർച്ചയുണ്ടാക്കി. എന്ത് പ്രശ്നത്തിനും ടാക്സിക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ DC സ്റ്റാഫിനോടും അഡ്മിന്മാരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. அன்னைக்கு நீங்க என்கிட்ட என்ன கேட்ட? உன்னால சிஎம் காப்பாற்ற முடியுமா? முடியாது. முடியும். ஏன் தெரியுமா? ஐ அம் மூசா, CID மூசா. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നക്ഷത്ര എന്ന പെൺകുട്ടി IG-യിൽ വിവാഹിതയാണ് മാലിക് എന്ന പയ്യനുമായിട്ട്. ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടിയത് വലിയൊരു വഴക്കിലൂടെയായിരുന്നു. എന്നാൽ പോകെ പോകെ ഞങ്ങൾ നല്ല കമ്പനിയായി. ഇവന്റെ കുട്ടിയാണ് നക്ഷത്ര എങ്കിലും എനിക്ക് ആ കുട്ടിയോട് ഒരു ഇതുള്ളത് ഇവനെ അറിയാം, ആ കുട്ടിക്കും. ബട്ട് അവിഹിത ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തത് കാരണവും എന്നെക്കാളും നന്നായി അവൻ അവളെ നോക്കുമെന്ന വിശ്വാസത്താലുമാണ് ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോകാത്തത്. സിറ്റിയിൽ ഏറ്റവും പേടിയുള്ളതും എല്ലാ കുരുത്തക്കേടും ഞാൻ കാണിക്കുന്നതും ഇവരോടാണ്. ഓക്കെ,
കഥ കുറെ ബാക്കിലോട്ട് പോയി, നമുക്കിനി വിഷയത്തിലോട്ട് വരാം. ഈ സമയത്താണ് ആ രണ്ടുപേര് എന്നെ ഒന്ന് റോബ് ചെയ്യുന്നത്. പ്രതികാരം ചെയ്തെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തുടരുന്നത് പാടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് TRT ആയിട്ടുള്ള രാജ എന്നെ തപ്പി വന്നത്. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം അവനോട് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല പൊരുതുന്നത്, അവനും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നു. ഈ സമയത്താണ് ആ സംഭവം നടക്കുന്നത്. മറ്റു സെർവറുകളിൽ നിന്നും വ്യത്യസ്തമായ സെർവർ ആയതുകൊണ്ടും അഡ്മിൻസ് ഞങ്ങളുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടും അപ്പു എന്ന IG അഡ്മിൻ ഒടുവിൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് തുനിഞ്ഞു. വെറും ഒരു ടാക്സി ജോബ് ഞങ്ങളുടെ റൂൾസ് വെച്ച് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഫാക്ഷൻ ജോബാക്കി പണിഞ്ഞു. ഫ്രീ റിപ്പയർ, ഫ്രീ റീഫിൽ, ഫാക്ഷൻ ബൈ, മെഗാഫോൺ, റേഡിയോ, വെഹിക്കിൾസ്, ബസ് എന്നിങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ആദ്യമായി ടാക്സി ഫാഷൻ എന്ന ചരിത്രം ഞങ്ങൾ സൃഷ്ടിച്ചു. സാൻഫാരിയോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ മാനേജറായി ഞാനും രാജയും. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ടാക്സിക്കാർക്ക് വേറെ വിഷയമൊന്നും ഇനി ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. IG-യിലെ ഒരു മെയിൻ വള്ളി ഞങ്ങളുടെ കാലിൽ ചുറ്റി. ഫാക്ഷൻ വെഹിക്കിൾ ആയിരുന്നിട്ട് കൂടി മിസ്റ്റർ ടോം ഞങ്ങളുടെ ബസ് അപഹരിച്ചു. ഡ്യൂട്ടി ബ്രേക്ക് ഉണ്ടാക്കി, ബാഡായിട്ടുള്ള സംസാരവും. ഇത് ഫാക്ഷൻ ജോബ് ആവുന്നതിന് മുന്നേ ഒരുപാട് തവണ എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ് അവൻ. ടാക്സി ഫയർ ചെയ്തിടുക, ടയർ പഞ്ചറാക്കുക, ഇതൊക്കെയാണ് ഇവന്റെ ഹോബീസ്. ടെററിസ്റ്റ് ആണെന്ന സ്വാധീനത്തിൽ മാത്രമാണ് അന്ന് ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം ഇവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. TRT-യിലുള്ള എൻ്റെ മാസ്റ്ററിന്റെ അനുഗ്രഹം ഞാൻ മേടിച്ചു. ഒരു വാറിന് ഞാൻ തുടക്കമിട്ടു. ഇവനെ എന്ത് ചെയ്തു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ചീത്ത കാര്യങ്ങൾ മാത്രമല്ല സിറ്റിയിൽ നടക്കുന്നത്, പല നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പലരെയും സഹായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ സഹായിച്ചത്. ടാക്സി ഓടിക്കുന്ന പൈസ പോലും നേരെ കിട്ടാണ്ടിരുന്ന സമയത്ത് ലോയൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് എനിക്ക് ഒരു 1 മില്യൺ തന്നിട്ട് പോയി. എന്തിനാണെന്നും അറിയത്തില്ല, ബട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു. உன் கையில் அவன் மாட்டான், என்னையா பண்ணுவேன்? சார், அவனையெல்லாம் அடிச்சு மூஞ்சி மோரெல்லாம் உடைச்சு நடு ரோட்ல இல்ல இந்த மாதிரி பிரிட்ஜுக்குள்ள தலைகளை கட்டி தொங்கிடும் சார். போய் பிரிட்ஜு கீழே போய் பாருங்க. சும்மா போய் பாருங்க.